UK എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2018 ബിസിനസ് സ്റ്റഡീസിൻ്റെ ചോദ്യപേപ്പറും അതിൻ്റെ വിശകലനവുമാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യും. ഇപ്പം നമുക്ക് ഇന്നത്തെ ചോദ്യപേപ്പറിലേക്ക് കടക്കാം. 2018 മാർച്ചിലെ പബ്ലിക് എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത്. ഓരോ ചോദ്യമായിട്ട് നമുക്ക് പരിശോധിക്കാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം തന്നെയായിരിക്കും നാളെ നടക്കുന്ന പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്നത്. ഒന്നാമത്തെ ചോദ്യം, പോളിസി ഫോർമുലേഷൻ എന്നുള്ളത് ഏതിൻ്റെ ഫംഗ്ഷൻ എന്നാണ് ചോദ്യം ഉണ്ടായിട്ടുള്ളത്. പോളിസി ഫോർമുലേഷൻ, നയരൂപീകരണം, അത് ഏതിൻ്റെ ഫംഗ്ഷൻ എന്നാണ് ചോദ്യത്തിൽ ഉണ്ടായിരുന്നത്. എന്താണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് പരീക്ഷയ്ക്ക് മുമ്പം ഒന്ന് നിർബന്ധമായിട്ട് നോക്കിയിട്ട് പോവുക. രണ്ടാമത്തെ ചോദ്യം, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ വിച്ച് എംഫസൈസ് വൺ ഹെഡ് വൺ പ്ലാൻ എന്നുള്ളത് ഏത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളാണ് എന്നുള്ളത്. വൺ ഹെഡ് വൺ പ്ലാൻ എന്നുള്ളത് ഏത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്നാണ് ചോദ്യമുണ്ടായത്. അത് എപ്പോഴും മാറിപ്പോകുന്നതായിരിക്കും. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണ് ഉത്തരം. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്നുള്ള 14 പ്രിൻസിപ്പിൾസിൽ വരുന്ന യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് ഒരു തവണ വായിച്ചു നോക്കുക. ചിലപ്പോൾ അതിൽ നിന്ന് എസ്സേക്കും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നമുക്ക് പരിശോധിക്കാം. നോട്ട് ദ എലമെൻറ്റ് ഓഫ് ഡെലിഗേഷൻ എന്നുള്ള ഒരു ഭാഗത്തു നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഡെലിഗേഷൻ്റെ എലമെൻറ്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇപ്പോൾ ഡെലിഗേഷൻ്റെ എലമെൻറ്റുകൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ എന്താണ് ഡെലിഗേഷൻ്റെ എലമെൻറ്റിൽ വരാത്തത് ഏത് എന്ന് പറഞ്ഞ് പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഡെലിഗേഷൻ്റെ എലമെൻറ്റിൽ വരുന്നതല്ല. അപ്പോൾ അതാണ് ഈ ചോദ്യത്തിലെ ഉത്തരം എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. എക്സാമ്പിൾ ഓഫ് ദ ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ എൻ്റെ എക്സാമ്പിൾ ഏത് എന്നാണ്. ഉത്തരം ഗോസിപ്പാണ്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ്റെ പലതരത്തിലുള്ള നെറ്റ്വർക്കുകളുണ്ട്. ഇൻവേർട്ടഡ് വി, ഫ്രീ ഫ്ലോ, സർക്കുലർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്ക് എങ്ങനെയാണ് വരക്കേണ്ടതെന്ന് ഒന്ന് പരീക്ഷയ്ക്ക് പോകുമ്പം ഒന്ന് വരച്ചു നോക്കിയിട്ട് മാത്രം പോവുക. ഇനി അടുത്ത ചോദ്യം നമുക്ക് പരിശോധിക്കാം. ബഡ്ജറ്ററി കൺട്രോൾ ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് എന്നാണ്. ബഡ്ജറ്റ് എന്നുള്ള ഒരു ഭാഗത്താണ് ചോദ്യം വന്നിട്ടുള്ളത്. ബഡ്ജറ്ററി കൺട്രോൾ റിക്വയർ ദ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്. ആ രീതിയിൽ എന്താണ് ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ലെവലുള്ള ഒരു ചോദ്യമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം പരിശോധിക്കാം. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആർ ഓൾസോ കോൾഡ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷന് മറ്റൊരു രീതിയിലും പറയാറുണ്ട് എന്നുള്ളത്. എന്താണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എന്നാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എന്നുള്ളതിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് തുടങ്ങിയ രീതിയിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ ഫാക്ടേഴ്സ് കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്ത ചോദ്യം പരിശോധിക്കാം. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞ RBI ആണ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ് എന്നാണ് ആ രീതിയിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡാഷ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ് സെബി എന്നുള്ളത്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ സെബിയുടെ ഫങ്ഷൻസ് ഒന്ന് പഠിച്ചു വെക്കുക. ചിലപ്പോൾ അതിൽ നിന്ന് എസ്സേക്കിലൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് സെബിയുടെ ഫങ്ഷൻസ് എന്നുള്ളത്. ഇനി എന്താണ് സെബി എന്നും സെബിയുടെ ഫങ്ഷൻസ് എന്നും നോക്കി വെക്കുക. ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റിയാണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇനി അടുത്ത ചോദ്യം പരിശോധിക്കാം. 2 reasons that management is called as a science. മാനേജ്മെൻറ്റ് ഒരു സയൻസ് എന്ന് പറയുന്ന 2 കാരണങ്ങളെക്കുറിച്ച് പറയാനാണ് വന്നിട്ടുള്ളത്. മാനേജ്മെൻറ്റ് ആസ് എ സയൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉണ്ട്. പിന്നീട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഡെവലപ്ഡ് ആഫ്റ്റർ സയൻറ്റിഫിക് എൻക്വയറി ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. അപ്പോൾ അതുപോലെ തന്നെയാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും വരുന്നത്. അപ്പം പ്രിൻസിപ്പിൾസ് ആർ ഡെവലപ്ഡ് സയൻറ്റിഫിക് എൻക്വയറി ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. അപ്പോൾ 2 കാര്യങ്ങൾ മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണ് എന്ന് പറയുന്ന തക്കവണ്ണം 2 കാര്യങ്ങൾ എഴുതാനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ, മാനേജ്മെൻറ്റ് ആസ് എ ആർട്ട്
ആ രണ്ട് ഭാഗത്തു നിന്നും ഒന്ന് പരീക്ഷയ്ക്ക് നോക്കേണ്ടത് അനിവാര്യമാണ്. ഇനി അടുത്ത ചോദ്യം പരിശോധിക്കാം. There is a heavy demand for fast food restaurant in Kerala due to changes in the lifestyle of a people. അത് ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ള രണ്ടാമത്തെ അധ്യായത്തിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്നുള്ളൊരു ഭാഗത്താണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ എൻവയോൺമെൻറ്റിനും അകത്തും വരുന്ന ഫാക്ടേഴ്സ് നിർബന്ധമായിട്ടും ഒന്ന് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇൻഫ്ലേഷൻ ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഒന്നുണ്ട്. ചിലപ്പം അത് ഏത് എൻവയോൺമെൻ്റ് അകത്താണ് വരുന്നത് എന്ന രീതിയിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോലും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത ചോദ്യം പരിശോധിക്കാം. വാട്ട് ഡു യു മീൻ ബൈ ദ ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം യൂസ്ഡ് ഇൻ റിലേഷൻ വിത്ത് ബാങ്ക് സ്റ്റാഫിംഗ് ഫംഗ്ഷൻ? സ്റ്റാഫിംഗ് എന്നുള്ള അധ്യായത്തിൽ നിന്നുള്ള ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം, സ്പെഷ്യലൈസ്ഡ് ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം, സ്പെഷ്യലൈസ്ഡ് ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം എന്താണ് എന്ന രീതിയിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. ബ്ലാങ്ക് application blank or form is the most useful mechanism used to screen or select applicant to be called for interview and other test for selection പർപ്പസിൽ ഉപയോഗിക്കുന്നതാണെന്ത് സ്പെഷ്യലൈസ്ഡ് ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത്. അപ്പോൾ സ്റ്റാഫിങ്ങിൻ്റെ ഫങ്ഷൻസ് ഒന്ന് പഠിച്ചു വെക്കുക. സ്റ്റാഫിങ്ങിൻ്റെ ഫങ്ഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. കൺട്രോൾ ബൈ എക്സെപ്ഷൻ ആ കോൺസെപ്റ്റ് എന്താണെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദ്യം. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. കൺട്രോൾ ബൈ എക്സെപ്ഷൻ, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ, MBE എന്നും ഇതിനെ പറയാറുണ്ട് കേട്ടോ. കൺട്രോൾ ബൈ എക്സെപ്ഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ ഉദ്ദേശിക്കുന്നത് സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻ ഫ്രം ബഡ്ജറ്റ് ഓർ പ്ലാൻ ആർ ബ്രോട്ട് ഇൻ ടു അറ്റൻഷൻ ഓഫ് മാനേജ്മെൻറ്റ്. അതായത് വളരെ കാര്യമായിട്ടുള്ള ഡീവിയേഷൻസ്, വ്യതിയാനങ്ങൾ മാത്രമേ മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുള്ളൂ എന്ന രീതിയിലുള്ള ഒരു ഫങ്ഷനാണ് കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്നുള്ളത്. അപ്പം ഇതിനൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റിന് ദോസ് ഏരിയാസ് ഇറ്റ് നീഡ് ആക്ഷൻസ്, മാനേജ്മെൻറ്റിന് കൂടുതൽ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള മേഖലയിൽ നന്നായിട്ട് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിന് സാധിക്കും. സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻസ് മാത്രമേ മാനേജ്മെൻറ്റിനെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുള്ളൂ എന്ന് പറയുന്നതാണ് കൺട്രോൾ ബൈ എക്സംഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ എന്നുള്ള ഒരു ടേം എന്നുള്ളത്. അടുത്തത് നോക്കാം. കറണ്ട് അസറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ഓഫ് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യം ഉണ്ടായിട്ടാണ്. കറണ്ട് അസറ്റ്സിന് 4 ഉദാഹരണങ്ങൾ എഴുതുക എന്നുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റുന്നതാണ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെപ്റ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക് ആ രീതിയിൽ നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൽ കുറേ മാർക്കറ്റിംഗ് മാനേജർ, ഫോർമാൻ, സൂപ്പർവൈസർ, ജനറൽ മാനേജർ അങ്ങനെ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഓരോ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൽ അണ്ടറിലും വരുന്ന ആൾക്കാരുടെ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം ഇതാണ്. സിംഗിൾ യൂസ് പ്ലാനും സ്റ്റാൻഡിംഗ് പ്ലാനും തമ്മിലുള്ള ഡിഫറൻസാണ്. സിംഗിൾ യൂസ് പ്ലാനും സ്റ്റാൻഡിംഗ് പ്ലാനും തമ്മിലുള്ള ഒരു ഡിഫറൻസാണ് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്. സിംഗിൾ യൂസ് പ്ലാനിൻ്റെ ഒരു എക്സാമ്പിൾസാണ് ബഡ്ജറ്റ്, പ്രോഗ്രാം, പ്രൊജക്റ്റ് എന്നൊക്കെയാണ് സിംഗിൾ യൂസ് പ്ലാൻ. സ്റ്റാൻഡിംഗ് പ്ലാനിൽ വരുന്നതാണ് പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂൾസ് തുടങ്ങിയവയാണ് സ്റ്റാൻഡിംഗ് പ്ലാനിൽ വരുന്നത്. സിംഗിൾ യൂസ് പ്ലാൻ ഈസ് ഡെവലപ്ഡ് ഫോർ വൺ ടൈം ഇവൻറ്റ് ഓർ പ്രൊജക്റ്റ്. പക്ഷേ ഒരു തവണ മാത്രം ഉപയോഗിക്കുന്നതിനാണ് സിംഗിൾ യൂസ്. അതിൻ്റെ വേർഡ് തന്നെയുണ്ട് സിംഗിൾ യൂസ് പ്ലാൻ. സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫോർ ആക്ടിവിറ്റി ദാറ്റ് ഓക്കർ റെഗുലർലി ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? സ്റ്റാൻഡിംഗ് പ്ലാൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതാണ് സിംഗിൾ യൂസ് പ്ലാനും സ്റ്റാൻഡിംഗ് പ്ലാനും. അതിൻ്റെ എക്സാമ്പിൾസ് കൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അടുത്ത ചോദ്യം ഇതാണ്. നെക്സ്റ്റ് ചോദ്യം, അതായത് 15ാമത്തെ ചോദ്യം, ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന ഭാഗത്തു നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഫങ്ഷണൽ സ്ട്രക്ചർ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇല്ല, ഫങ്ഷണൽ സ്ട്രക്ചർ, ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ 2 സ്ട്രക്ചർ ഉണ്ട്. ഫങ്ഷണൽ സ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ എൻറ്റയർ വർക്ക് ഫങ്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, HR ആ രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്നുള്ളത്. ഇതിൻ്റെ ക്ലാസ്സുകൾക്ക് നിങ്ങൾ ചാനൽ കയറിയിട്ട് നോക്കുക, അതിൻ്റെ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം ഇതാണ്.
16-ാമത്തെ ചോദ്യം, ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് ഗിവൻ ട്രെയിനിങ് വെൻ ഹീസ് ഓൺ ദ ജോബ്, അദ്ദേഹം ജോലിയിൽ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നതാണ് OJT അല്ലെങ്കിൽ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്നുള്ളത്. പക്ഷേ എംപ്ലോയി ട്രെയിനിങ് കൊടുക്കുന്നത് എന്താണ്, എവേ ദ വർക്ക് പ്ലേസ് ആണെങ്കിൽ അതെന്താണ്, ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. ഡൂയിങ് ദ വർക്ക് ആഫ്റ്റർ ലേണിംഗ് ഇറ്റ് എന്നുള്ളതാണ് ഓഫ് ദ ജോബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്താണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് എന്ന് നിങ്ങൾ ഓർമ്മിച്ച് കൊടുക്കുക. നെക്സ്റ്റ് ചോദ്യം നോക്കാം നമുക്ക്. ചോദ്യം ഇതാണ്, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ഡയഗ്രാം വരക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് പലപ്പോഴും ക്ലാസ്സിനകത്ത് ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാകും. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ഡയഗ്രാം അതൊന്ന് ഓർമ്മിച്ച് നോക്കണം. സെൻഡർ, മെസ്സേജ്, എൻകോഡിങ്, ചാനൽ, റിസീവർ, ഡീകോഡിങ്, ഫീഡ്ബാക്ക്, ആ രീതിയിലകത്തുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ചാനലുണ്ട്. അതാണ് ചോദ്യം വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. സ്പാൻ ഓഫ് കൺട്രോൾ ആണ്. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് 18-ാമത്തെ ചോദ്യം. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, നമ്പർ ഓഫ് സബോർഡിനെ കൺട്രോൾ ഡയറക്റ്റ്ലി ബൈ എ സുപ്പീരിയർ. ഒരു മേലുദ്യോഗസ്ഥനെ എത്ര കീഴുദ്യോഗസ്ഥന്മാരെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതിനാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് വിളിക്കുന്നത്. ആ രീതിയിൽ നിന്നും ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4 ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റ് പലതരത്തിലുള്ള എൻവയോൺമെൻറ്റ് ഉണ്ട്. സോഷ്യലി, എക്കണോമിക്കലി, ലീഗൽ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ എക്സാമ്പിൾസാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ക്ലാസ് കൂടി കയറിയിട്ട് നോക്കാവുന്നതാണ്. അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ളത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. പാക്കേജിംഗ് ഈസ് കോൾഡ് ആസ് സൈലൻറ്റ് സെയിൽസ്മാൻ ഇൻ ദ മാർക്കറ്റ്. ദ സൈലൻറ്റ് സെയിൽസ്മാൻ ഇൻ ദ മാർക്കറ്റ്. പാക്കേജിങ്ങിനെ കുറിച്ചിട്ടുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. പാക്കേജിങ്ങിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് എഴുതാനാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുള്ളത്. പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിനെ പാക്കേജ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രൊഡക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നീട് പ്രൊഡക്റ്റിനെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കൺവീനിയൻസ്, സൗകര്യപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ പാക്കേജിങ്ങിൻ്റെ ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്ലാനിങ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ്. അപ്പം പ്ലാനിങ്ങിനെ ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. പ്ലാനിങ്ങിനെ ബന്ധപ്പെട്ടുള്ള പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വെറുതെ വേണം നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. പ്ലാനിങ് പ്രൊവൈഡ് ഡയറക്ഷൻ നമുക്ക് നൽകുന്നു. പിന്നെ റിസ്ക് ഉണ്ടെങ്കിൽ ആ റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അൺസർട്ടനിറ്റി കുറക്കുന്നു. പിന്നെ റെഡ്യൂസ് ദ വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. പ്രൊമോട്ട്സ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. ഇപ്പോൾ ആ രീതിയിലകത്തുള്ള ഒരു 4-5 പോയിൻറ്റ് നിങ്ങൾക്ക് തന്നെ എക്സാമ്പിളിൽ എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫോർമൽ ഇൻഫോർമൽ ഓർഗനൈസേഷനാണ്. ഓർഗനൈസേഷൻ അതിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർമൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ഡിഫറൻസ് ആണ് ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. എന്താണ് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും ഒരു മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഫോർമൽ ഓർഗനൈസേഷൻ ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ എന്താണ് വേണമെന്ന് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആസ് എ റിസൾട്ട് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷനാണ്. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫോം ചെയ്യുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഫോർമൽ ഓർഗനൈസേഷൻ എന്തുണ്ടായിരിക്കും, വളരെ കൃത്യമായിട്ടുള്ള പർപ്പസ് ഉണ്ടായിരിക്കും. പക്ഷേ എന്തുണ്ടാവില്ല, ഇൻഫോർമൽ ഓർഗനൈസേഷന് പർപ്പസ് ഉണ്ടായിരിക്കുന്നില്ല. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ റിജിഡ് ആയിരിക്കും. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ റിജിഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിരിക്കും. പിന്നീട് സ്കാല ചെയിൻ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ ഫോർമൽ ഓർഗനൈസേഷൻ്റെ കേസിൽ. പക്ഷേ കമ്മ്യൂണിക്കേഷൻ എല്ലാ തരത്തിലുള്ള നെറ്റ്വർക്കിലൂടെയും കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഫോളോ ചെയ്യും. സ്കാല ചെയിൻ ഒന്നും ഇവിടെ ഫോളോ ചെയ്യുന്നില്ല എന്നാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. ടെക്സ്റ്റിൽ നോക്കിയാലും നോട്ട്സിൽ നോക്കിയാലും ഇതിനേക്കാൾ ഡിഫറൻസ് കാണാൻ പറ്റുന്നതാണ്. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫോർ പീസ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ എന്നുള്ള 4 പീസ് ഒന്ന് ഓർമ്മിച്ച് നോക്കാം. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിനകത്ത് നിന്ന് സ്കീമിൽ ഏകദേശം ഒരു 12ഓളം മാർക്കാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് പറയുന്നത്. അതുകൊണ്ട് നന്നായിട്ട് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഒന്ന് വായിച്ചിട്ട് പോവുക.
നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് ഓൺട്രപ്രണർ ഇൻ റിലേഷൻ ടു എക്കണോമിക് എൻവയോൺമെൻറ്റ്. ഓൺട്രപ്രണേഴ്സിൻ്റെ ഫങ്ഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓൺട്രപ്രണേഴ്സിൻ്റെ ഫങ്ഷൻസ് ഇപ്പം എന്താ GDPക്ക് കാരണമാകുന്നു, പിന്നെ ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു, തൊഴിലവസരങ്ങൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു, ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് കാരണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾക്ക് നോട്ട്സ് നോക്കിയാൽ കിട്ടുന്നേ ഉള്ളൂ. അതൊക്കെയാണ് നമുക്കിവിടെ എഴുതി വെക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഇതിലെ എല്ലാ ചോദ്യങ്ങളും 14 പ്രിൻസിപ്പിൾസ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ നന്നായിട്ടൊന്ന് ഓരോ പ്രിൻസിപ്പിൾസും നോക്കി വെക്കുക. അതിൽ നിന്നാണ് 5 മാർക്കിൻ്റെ മാച്ച് ദ ഫോളോയിങ് ചോദ്യം വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് കമ്പനി റിക്യൂർ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് എംപ്ലോയീസ്. അപ്പോൾ അതിൻ്റെ സോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോഴ്സ് എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് സോഴ്സാണ്. റിക്രൂട്ട്മെൻറ്റ് എന്തൊക്കെയുണ്ട്? ഇൻറ്റേർണൽ സോഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സ് ഉണ്ട്. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കമ്പനിക്കകത്ത് തന്നെ റിക്രൂട്ട് ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുതിയ ബ്ലഡ്, ഇൻക്ലൂഷൻ ഓഫ് ന്യൂ ബ്ലഡ്, അല്ലെങ്കിൽ പുറമേയിൽ ആൾക്കാർ എടുക്കുന്നതാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത്. അതിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് നോക്കുക. അതിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നെക്സ്റ്റ് സെബി റെഗുലേറ്ററി അതോറിറ്റിയാണ്. സെബിയുടെ ഫങ്ഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 2018 ചോദ്യമാണത്. സെബിയുടെ ഫങ്ഷൻസ് റെഗുലേറ്ററി ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റെഗുലേറ്ററി ഫങ്ഷൻസ് ഉണ്ട്, ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് ഉണ്ട്. ഈ ഫങ്ഷൻസ് ഒക്കെ എന്താണ്, ഓരോന്നിനും 2-3 തരത്തിലുള്ള ഫങ്ഷൻസ് വരുന്നുണ്ട്. അതൊന്ന് വായിച്ച് പഠിച്ചിട്ട് നിർബന്ധമായിട്ടും പോകണം. സെബിയുടെ ഫങ്ഷൻ, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 റൈറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളത്. കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു സേഫ്റ്റി, ഇൻഫോംഡ്, ചൂസ്, ഹേർഡ്, റിഡ്രസ്ഡ് എന്ന രീതിയിലത്തെ റൈറ്റാണ്. ഇതിൻ്റെ ഒരു കോഡ് വെച്ചിട്ടൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് കയറിയിട്ട് ക്ലാസ് കാണാവുന്നതാണ്. കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് എന്നുള്ളത് ഇതിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിൽ എസ്സേക്ക് വന്നിട്ടുള്ള ചോദ്യം നോക്കാം. ലീഡേഴ്സിൻ്റെ ക്വാളിറ്റീസാണ്. താരതമ്യം എളുപ്പമുള്ള ചോദ്യമാണ്. ലീഡേഴ്സിൻ്റെ ക്വാളിറ്റീസാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. ഫിസിക്കൽ ഫീച്ചേഴ്സ്, നോളജ്, ഹോണസ്റ്റി, ഇനീഷ്യേറ്റീവ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, മോട്ടിവേഷൻ സ്കിൽ, സെൽഫ് കോൺഫിഡൻസ്, ആ രീതിയിലിനകത്തുള്ള ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ലീഡർ എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അതിൻ്റെ ഫാക്ടേഴ്സാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ അതൊന്ന് നോക്കുക. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുള്ളത്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. പ്രൈസിങ് എന്ന രീതിയിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. പ്രൈസിങ് എന്നുള്ള മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എസ്സേ ക്വസ്റ്റ്യനാണ്. പ്രൈസിങ്ങിൻ്റെ ഫാക്ടേഴ്സുമാണ് ചോദ്യത്തിലുള്ളത്. പ്രൈസിങ് എന്താണ്? പ്രൈസിങ്ങിൻ്റെ ഫാക്ടേഴ്സ്. പ്രൈസിങ് എന്ന് പറഞ്ഞ ഡിഫൈൻ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ എമൗണ്ട് ഓഫ് മണി പെയ്ഡ് ബൈ എ ബയർ ഇൻ കൺസിഡറേഷൻ ഓഫ് ദ പർച്ചേസ് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഒരു സാധനമോ അല്ലെങ്കിൽ ഒരു സേവനമോ നമ്മൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു വാങ്ങുന്ന ആൾ കൊടുക്കുന്ന ഒരു കൺസിഡറേഷനെ വിളിക്കുന്നതാണ് എന്ത്? പ്രൈസ് എന്നുള്ളത്. ഇനി അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് കോസ്റ്റ്, ഡിമാൻഡ്, കോമ്പറ്റീഷൻ, ഗവൺമെൻറ്, ലീഗൽ റെഗുലേഷൻസ്, പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് തുടങ്ങിയവയൊക്കെയാണ്. അപ്പം മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ നിന്ന് 10-ലധികം മാർക്കാണ് സ്കീമിലുള്ളത്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് നന്നായിട്ട് വായിച്ചു പോകുക. അതുപോലെ തന്നെ ഡയറക്റ്റിംഗ് എന്നുള്ള ചാപ്റ്റർ. അപ്പം നമ്മൾ 2018 ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഇവിടെ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കിത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഫാസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു. കീപ് വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ ക്ലാസ്സസ്.